തന്തയാണോ? പോട്ടെ, ഒരു മനുഷ്യനെങ്കിലും ആണോ? ഈ വീട്ടിലുള്ളവരെല്ലാം 4 നേരം വെട്ടി വിഴുങ്ങുന്നത് ആ വണ്ടി കിടന്ന് ഓടിയിട്ടാണെന്നെങ്കിലും ഒരു വിചാരം വേണം. നിർത്തടി. അവളുടെ ഒരു പാട്ട വണ്ടി, അതുള്ളതിന്റെ കുത്തിമറിച്ചിൽ ഇതോടെ തീരുമല്ലോ. ഈ വീട്ടിലുള്ളതൊക്കെ ചിലപ്പോ ഞാൻ വിറ്റെന്നിരിക്കും, പണയം വെച്ചെന്നിരിക്കും. അതൊക്കെ എന്റെ സൗകര്യം. ഇതൊക്കെ പറയാൻ നീ ആരടി? എന്താ സാറേ? ഒന്ന് പറ. ഇനി ഇതെന്താണാവോ? എന്താ സാറേ, കല്യാണം വിളിക്കാൻ വന്നേണോ? നിന്നെ ഞാൻ കല്യാണം വിളിക്കടാ. ഓ, ഞണ്ടർജി നീയായിട്ട് എന്താണ് ഇടപാട്? ഞണ്ടറിജിയാ? എനിക്കറിയില്ലല്ലോ സാറേ. അതുപോലെ ഞണ്ടും കക്കൊക്കെ കായില്ലല്ലേ സാറേ? സാറേ, അവനെ കൊണ്ടുവാ. അവിടെ പോയിരിക്കടാ. എന്റെ പൊന്ന് ശാന്തപ്പ, എനിക്ക് ഇടിയുള്ള വയ്യ. ഒരു പൈന്റ് വാങ്ങിച്ചിടാന്ന് പറഞ്ഞ സാറേ ഇവൻ എന്നെ കൊണ്ട് വണ്ടി പണയം വെപ്പിച്ചേ. അല്ല, ഞാൻ ആരെയും വണ്ടി ഒന്നും മോഷ്ടിച്ചിട്ടില്ല സാറേ. ഇപ്പൊ എനിക്ക് മനസ്സിലായോ? വാടാ കൊണ്ട് വാടാ. കൊണ്ടുപോലെ സാറേ, സുഖമില്ലാത്ത മനുഷ്യനാ. അയ്യോ ചേച്ചി, അച്ഛൻ. അയ്യോ എന്റെ ദൈവമേ, ദ്രോഹി. ആ മോളെ, വണ്ടി കിട്ടിയില്ലേ? ബാക്കി കാര്യങ്ങളൊക്കെ അവര് നോക്കിക്കോളും. മാമ, അച്ഛൻ അവരെ പിടിച്ചോണ്ട് പോയി. കള്ളന്മാരെ പിന്നെ പോലീസ് പിടിക്കില്ലേ മോളെ? വേണ്ട മാമ, കല്യാണി ആകെ പേടിച്ച് നിക്ക. ഒന്ന് വിടാൻ പറ. കേസൊന്നും എടുക്കണ്ടെന്ന് പറ. ശരി, ആ പോലീസുകാരന്റെ ഫോൺ കൊടുക്ക്. കൊണ്ടുപോലെ സാറേ, സുഖമില്ലാത്ത മനുഷ്യനാ. അയ്യോ എന്റെ ദൈവം, ഒന്ന് പറയടി. ഒന്ന് സെൽ ഫോൺ. ബാലമാഷ. ഹലോ. ആ, മനുവാണോ? ആ അതെ മാഷേ. തൽക്കാലം ഇപ്പോ കേസൊന്നും ചാർജ് ചെയ്യണ്ട. എസ് ഐ ഞാൻ വിളിച്ച് സംസാരിച്ചോളാം. ശരി മാഷേ. സാറ് പറഞ്ഞതിന്റെ പേര് മാത്രം ഇറക്കി വിടാ. ഇങ്ങോട്ട് ഇറങ്ങടാ. ആരാ പറഞ്ഞു? ഇങ്ങോട്ട് ഇറങ്ങടാ. ഇങ്ങോട്ട് ഇറങ്ങടാ സാറാ. ഓ, എടാ, സ്വന്തം വീട്ടിൽ കേൾക്കാൻ നിനക്ക് നാണമില്ലേ? ഈ പെങ്കച്ചുള്ള കൊണ്ട് നീ രക്ഷപ്പെട്ടു. എന്റെ കാശങ്കാരം തന്നില്ലെങ്കിൽ ശാന്തപ്പ കളി ഞാൻ പഠിപ്പിക്കും. നീ വാടി. പിന്നെ അവന്റെ കാശ് നീ വാ.